നമ്മളൊക്കെ മഹാന്മാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ചിട്ട്, അള്ളാഹുവിൻ്റെ മഹാന്മാരെ കുറിച്ചിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും സിയാറത്ത് ചെയ്യാനൊക്കെ വളരെയേറെ താല്പര്യം കാണിക്കുന്നവരാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെയൊക്കെ അനുഭവത്തിലുള്ള പരിചയത്തിലുള്ള ആളുകളുണ്ട്, ഒരു ദിവസം തന്നെ 2 തവണയൊക്കെ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ അടുക്കിലേക്ക് പോകുന്നവർ. ദൂരെയാണെങ്കിലും, എത്ര ദൂരെയാണെങ്കിലും 1-2 തവണ പോകുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റിഫായി തങ്ങളെ കുറിച്ചിട്ടാണ്. അള്ളാഹു കേൾക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുട്ടിക്കാലത്ത് തന്നെ കറാമത്തുകളും അത്ഭുതങ്ങളും കാണിച്ച ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ജീവിതകാലത്ത് ബഹുമാനപ്പെട്ടവർ ജനങ്ങൾക്കേറെ സന്തോഷം നൽകിയിരുന്നു. അള്ളാഹുവിൻ്റെ മഹാന്മാരെ കണ്ടാൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളുടെയൊക്കെ ഉള്ളിൽ ഉരുകി ഒലിച്ച് പോകുന്നത് ഏതെന്ന് നമുക്കെല്ലാം അറിയില്ല. അത് വലിയൊരു സന്തോഷമാണ്. അവർ നമ്മളോട് മിണ്ടിയ സന്തോഷമാണ്. നമ്മളോട് നമ്മുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുമ്പോൾ അതിലേറെ സങ്കടം പോയി സന്തോഷമാണ് നമ്മൾക്ക് കടന്നു വരിക. ആണ് അള്ളാഹുവിൻ്റെ മഹാന്മാരെന്ന് പറഞ്ഞാൽ. അത് അവർക്കേ ഒരു മനുഷ്യൻ്റെ വേദന അറിയുള്ളൂ. ഒരിക്കൽ റിഫായി ഷെയ്ഖ് തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ പൂമുഖവാതിൽ അതാ തുറന്നിട്ടിരിക്കുന്നത് കണ്ടു. ആരാണ് ഞാൻ ആ അടച്ചുപോയ വാതിൽ തുറന്നത്? റിഫായി ഷെയ്ഖ് തങ്ങൾക്ക് ആശ്ചര്യമായി. അവിടുന്ന് വീടിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ അതാ അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. റിഫായി ഷെയ്ഖ് തങ്ങളെ കണ്ടപാടെ അവൻ വിരണ്ടു. റിഫായി ഷെയ്ഖ് തങ്ങളുടെ വീട്ടിൽ മോഷണത്തിനെത്തിയതായിരുന്നു അവൻ. വീട്ടുകാരൻ തന്നെ പിടികൂടും, ഉപദ്രവിക്കുമെന്ന് അവൻ ഭയന്നു. ആ ചെറുപ്പക്കാരനൊരു ജീവൻ ബാക്കി ലഭിക്കില്ല എന്ന് ആ ചെറുപ്പക്കാരൻ കരുതി. എന്നാൽ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് ഉപ്പാപ്പ അവനെ ഒന്നും ചെയ്തില്ല. റിഫായി ഷെയ്ഖ് തങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൻ എടുത്തുകൊണ്ടിരുന്നത് തൊലിയുള്ള ഗോതമ്പായിരുന്നു. അവനോട് റിഫായി ഷെയ്ഖ് പറഞ്ഞു, മോനെ, ആ തൊലിയുള്ള ഗോതമ്പ് കൊണ്ടുപോയാൽ തൊലി കളയാനും സമയവും എത്ര വേണം? മോനെ, നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് നിനക്ക് ഗോതമ്പ് മാവ് എടുത്തു തരാം. ആ കള്ളന് അത് വല്ലാത്ത അത്ഭുതം തോന്നി. ഇയാളെന്നെ കളിപ്പിക്കുകയാണോ? എന്നാലും റിഫായി തങ്ങളുടെ പിന്നാലെ ആ കള്ളൻ പോയി. അവിടുന്ന് ആ കള്ളന് ഒരു കവറ് നിറയെ ഗോതമ്പ് മാവ് എടുത്തു കൊടുത്തു. അയാൾക്ക് പോകാനുള്ള വഴി ഇരുട്ടായതുകൊണ്ട് തൊട്ടടുത്ത് റിഫായി തങ്ങൾ ആ കള്ളനെ യാത്രയാക്കാൻ പുറപ്പെട്ടു. ഗ്രാമത്തിൻ്റെ അതിർത്തി ചെന്ന് ആ കള്ളനെ യാത്രയാക്കി. കള്ളനോട് റിഫായി തങ്ങൾ പറഞ്ഞു, നീ എന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടതിൽ എന്നോട് മാപ്പാക്കണം. ഇതൊക്കെ അനുഭവിച്ച ആ കള്ളൻ മനസ്സിലാക്കി ഇത് സാധാരണക്കാരനല്ല എന്ന്. വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വന്നവന് ധാന്യം കൊടുക്കുകയും വഴി കാട്ടുകയും യാത്രയക്കുകയൊക്കെ ചെയ്ത ഇയാൾ ഒരു സാധാരണ മനുഷ്യനല്ല. അയാൾ കുറച്ച് ദിവസത്തിന് ശേഷം റിഫായി ഷെയ്ഖ് തങ്ങളുടെ ഉമ്മു അബീദയിൽ തിരിച്ചു വന്ന് മാപ്പ് ചോദിച്ചു. മഹാനവറുകളുടെ ശിഷ്യനായി മാറുകയും ചെയ്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.